ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണമെങ്കിൽ അതിന് തീർച്ചയായും നമ്മൾ ഗുരുവിൻ്റെ ജീവിതം പഠിക്കണം, അല്ലേ? ആ ജീവചരിത്രം പഠിക്കണം. ഒരിക്കൽ ഗുരു ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഗുരുവിനെ ഒരു തേള് വന്ന് കുത്തുകയുണ്ടായി. ആ സമയത്ത് ഗുരു കണ്ണു തുറന്നിട്ട് ചോദിച്ചു, നാം നിന്നെ കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ നീ എന്തിനാണ് നമ്മെ ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ തേള് ചാരമായി പോയി എന്നാണ് പറയുന്നത്. ഗുരു ഈ ലോകത്തൊന്നിനെയും ദ്രോഹിക്കുവാൻ അല്ലെങ്കിൽ ആരുടെയും യോഗ്യതയെ ചോദ്യം ചെയ്യുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഗുരു ഇന്ന് ദൈവമാണോ എന്ന് നമുക്ക് സംശയമാണല്ലേ. ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന്. ഈ രണ്ടു കൂട്ടർക്കും കൂടി യോജിച്ചു പോകുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവിടെ കലഹങ്ങൾ സംഭവിക്കുന്നു. ഇത് ഗുരു സശരീരനായിരുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതാണ് കുമാരനാശാൻ സമാജസ്തുതി എന്ന ഗുരുസ്തവത്തിൽ പാടിയത്. വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായി അങ്ങു വസിപ്പു മല പോലെ വേദാഗമസാരങ്ങൾ അറിഞ്ഞങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പു ഗുരുമൂർത്തേ. രണ്ടു മതത്തിലുള്ള അനുയായികൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ കണ്ടിട്ടും അതിനോടൊന്നും പ്രതികരിക്കാതെ ഒരു പർവ്വതം പോലെ ഭഗവാൻ നിലകൊണ്ടു. അതിൻ്റെ ഒക്കെ കാരണം വേദത്തിൻ്റെയും ആഗമത്തിൻ്റെയും ശരിയായ അർത്ഥമറിഞ്ഞ ഒരേ ഒരാൾ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ആഗമം എന്ന് പറഞ്ഞാൽ തമിഴ് വേദം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വേദത്തിൻ്റെയും തമിഴ് വേദത്തിൻ്റെയും ഒക്കെ അർത്ഥമറിഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ ആയിരുന്നതിനാലാണ് ഭഗവാന് ഈ പറഞ്ഞ ഒരു തരത്തിലുമുള്ള വാദങ്ങളോടും ഒരു തരത്തിലുമുള്ള വിദ്വേഷങ്ങളോടും ഗുരു പ്രതികരിക്കാതെ ഇരുന്നത്. ഗുരുവിനോട് എന്തൊരു കാര്യം ആവശ്യപ്പെട്ടാലും ആദ്യം ഗുരു ചോദിച്ചിരുന്ന ഒരു വാചകമുണ്ട്, വിശ്വാസമുണ്ടോ? ഇന്ന് നമുക്കില്ലാതെ പോയതും ഈ പറഞ്ഞ വിശ്വാസമാണ്. നമ്മൾ ഗുരുവിനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എൻ്റെ സൗണ്ട് കേട്ടിട്ട്? തെറ്റുത്തരം പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മിണ്ടാതിരിക്കരുത്. മിണ്ടായിരുന്നാൽ ഞാൻ വിചാരിക്കും നിങ്ങളൊക്കെ എന്നെ നോക്കിയിരുന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ട് എന്ത് വേണേ പറഞ്ഞു, ഇത് നമ്മുടെ വേദിയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പറയുവാനും നമ്മുടെ സംശയമൊക്കെ മാറ്റുവാനുമുള്ള വേദിയാണ്. നമ്മൾ ഗുരുവിനെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നുണ്ടോ? ശ്രീനാരായണ ഗുരുദേവനെ മാത്രമാണോ നമ്മൾ ആരാധിക്കുന്നത്? അല്ല, നമുക്കെല്ലാം ഒന്നാണല്ലേ. ഈ പറയുന്ന ശിവഭഗവാനും പാർവതി ദേവിയും ശ്രീനാരായണ ഗുരുദേവനും ജീസസ് ക്രൈസ്റ്റും മുഹമ്മദ് നബിയും എല്ലാം നമുക്ക് എന്താണ്? ഒന്നാണ്. നമ്മളെല്ലാത്തിനും എന്തായി കാണുന്നു? ഒന്നായി കാണുന്നു. പണ്ട് ഈ നമ്മുടെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയിട്ടാണ് പല മത ആചാര്യന്മാരും അവരുടെ അവതാര നിർവഹിച്ചത്. പക്ഷേ അവർ തന്ന ലോകമംഗളത്തിനു വേണ്ടി നൽകിയ ഉപദേശങ്ങൾ മതപ്രചാരകരിലൂടെയും മതഭക്തന്മാരിലൂടെയും മതപുരോഹിതന്മാരിലൂടെയും കടന്നുപോയപ്പോൾ അവയ്ക്ക് രൂപവ്യത്യാസവും ഭാവവ്യത്യാസവും സംഭവിച്ചു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പാടിയതുപോലെ സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടി പെരുക്കി പെരുവിളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചും മതിരയതു കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. അവരവരുടെ ഉള്ളിലെ സത്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കാതെ മദ്യം കുടിച്ചോ രോഗം ബാധിച്ചോ താഴെ അവയിൽ ആണ്ട് കിടക്കുകയാണ്. എനിക്കവരെ അതിൽ നിന്നും എഴുന്നേൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്വാമി തൃപ്പാദങ്ങൾ അന്നിറങ്ങി വന്ന് 1888 ശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നിർവഹിച്ചത്. ശിവലിംഗദാസ സ്വാമി ഗുരുവിനോടൊപ്പം ഈ പ്രതിഷ്ഠയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ശിവലിംഗദാസ സ്വാമി ഒരു ജീവചരിത്രം എഴുതുന്ന, ഗുരുവിൻ്റെ സ്മരണകളെക്കുറിച്ച് എഴുതുന്ന ഒരു എഴുത്തുകാരനോട് പറഞ്ഞൊരു കഥയുണ്ട്. ഒരിക്കൽ ശിവലിംഗദാസ സ്വാമി അരുവിപ്പുറം മഠത്തിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെയിൽ മങ്ങി ആകാശം മുഴുവൻ പച്ച നിറമായി. ഈ പച്ച നിറം സമയം കഴിയും തോറും
കടുത്ത പച്ച നിറമായി മാറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു രൂപം വന്ന ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ശിവലിംഗദാസ സ്വാമി കണ്ടു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശിവലിംഗദാസ സ്വാമിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അങ്ങനെ ശിവലിംഗദാസ സ്വാമി ചെന്ന് ഗുരുവിനോട് പറയുകയാണ്, എന്നതുപോലെ ഗുരു, ഇതുപോലെ ശ്രീകോവിലിൻ്റെ അകത്ത് ഒരു പച്ചക്കള്ളൻ കയറിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, പച്ചക്കള്ളനോ, കൊള്ളാമല്ലോ, ഒന്ന് ചെന്ന് നോക്കിക്കേ, ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ, അതിൻ്റെ അകത്ത് ആരേലും ഉണ്ടോ? നീ വാതിൽ പൂട്ടിയില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, ഞാൻ പൂട്ടിയിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് നോക്കൂ, കയറിയിട്ടുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശിവലിംഗദാസ സ്വാമി വന്ന് ഈ അരുവിപ്പുറത്തെ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ പൂട്ടൊന്നും ആരും തുറന്നിട്ടില്ല, കള്ളനുമില്ല, അവിടെ പച്ചയുമില്ല, ഒന്നുമില്ല. അപ്പോൾ ശിവലിംഗദാസ സ്വാമി ഓടി വന്ന് ഗുരുവിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്വാമി, ശരിക്കും ഞാൻ കണ്ടതാണ്, ആരോ ഒരാൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നത് ശരിക്കും ഞാൻ കണ്ടു സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, പേടിക്കണ്ട, കാരണം മയിലിൻ്റെ നിറം എന്താണ്? എന്ത് കളറാ മയിലിന്? ചുമലയാണോ? അല്ല, പച്ച നിറമാണല്ലേ. ഈ പച്ച നിറമുള്ള മയിലിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത് ആരാണ്? അപ്പോൾ സ്വാമി പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ ആരാണ് വന്നത് എന്ന്. അങ്ങനെയാണ് ശിവലിംഗദാസ സ്വാമിയുടെ ആ ഒരു സംശയം അവിടെ മാറുന്നത്. ശിവലിംഗദാസ സ്വാമിയുടെ പേടി മാറ്റാനായിട്ട് മാത്രം ഭഗവാൻ ഒരുപാട് കുസൃതികൾ ഒപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇത്രയേറെ ഗുരുവിന് വാത്സല്യമുണ്ടായിരുന്ന ഒരു ശിഷ്യൻ വേറെ ആരുണ്ട്? ഗുരു ഇത്രയേറെ സ്നേഹം നൽകിയൊരു ശിഷ്യൻ. ഗുരു ഒരിക്കൽ ശിവലിംഗദാസ സ്വാമിയും ഗുരുവും കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ദേവി പ്രതിഷ്ഠയുള്ള ഒരു അമ്പലത്തിന് മുൻപിൽ ചെന്നപ്പോൾ, നമുക്കിന്നിവിടെ വിശ്രമിക്കാം, എനിക്ക് ക്ഷീണമാണ് എന്ന് ഗുരു, തനിക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് നമുക്കിന്നിവിടെ വിശ്രമിക്കാം എന്ന് ഗുരു പറയുകയാണ്. അങ്ങനെ അവരവിടെ വിശ്രമിക്കുമ്പോൾ ഗുരുവിനറിയാം ശിവലിംഗദാസ സ്വാമിക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരു യക്ഷി അമ്പലമാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ ഗുരു പറയുകയാണ്, ഇതിനു മുൻപിലുള്ള ഈ ആൽമരത്തിൽ കിടന്ന് നമുക്ക് ഉറങ്ങാമെന്ന്. ശിവലിംഗദാസ സ്വാമിക്ക് മറുത്ത് പറയുവാൻ സാധിക്കുകയില്ല, കാരണം തൻ്റെ ഗുരുനാഥനാണ് പറയുന്നത് നമുക്കിന്ന് ഇവിടെ വിശ്രമിക്കാം. ശിവലിംഗദാസ സ്വാമി സമ്മതിച്ചു. അങ്ങനെ കിടക്കുമ്പോൾ ഗുരു പറഞ്ഞു, പേടിയുണ്ടെങ്കിൽ നമ്മെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞു. നമുക്കായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിലോ, നമ്മൾ ഗുരുവിനെ ഒരമ്മയെ തൻ്റെ കുഞ്ഞു പറ്റി കിടക്കുന്നത് പോലെ അത്രയേറെ സ്നേഹത്തോടെ നമ്മൾ പറ്റിക്കിടന്നേനല്ലേ. അതുപോലെയാണ് ശിവലിംഗദാസ സ്വാമിയും ഗുരുവിനോടടുത്ത് ചേർന്നങ്ങ് കിടന്നു. പക്ഷേ എന്നിട്ടും ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഉറക്കത്തിലെങ്ങാനും ഈ യക്ഷി വന്ന് തന്നെ കൊന്നു കളയുമോ, തൻ്റെ ശരീരം രണ്ടായി മാറുമോ എന്നൊക്കെയുള്ള പേടിയാണ് ശിവലിംഗദാസ സ്വാമിക്ക്. കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഗുരുവിനെ അവിടെ ഒന്നും കാണുന്നില്ല. സ്വാമി അങ്ങ് വെട്ടി വിയർക്കാൻ തുടങ്ങി, കാരണം അത്രയേറെ പേടിയാണ്. ഇനി താൻ ഇവിടെ കിടന്ന് അനങ്ങുന്ന ഒച്ച കേട്ടിട്ടെങ്ങാനും ഈ യക്ഷി ഇറങ്ങി വരുമോ എന്ന് പേടിച്ചിട്ട് പാവം അവിടെ മിണ്ടാതെ കിടക്കുകയാണ്. ഒരൊച്ചയും ഉണ്ടാക്കാതെ കണ്ണൊക്കെ ഇറുക്കി അടച്ച് കിടക്കുമ്പോൾ പെട്ടെന്നൊരു ചോദ്യം, പേടിച്ചോ? കണ്ണു തുറന്നു നോക്കുമ്പോൾ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് സ്വാമി. ഗുരു ചോദിക്കുന്നു, അവൾ നിന്നെ ഉപദ്രവിച്ചോ? എന്നിട്ട് ഒരു മന്ദഹാസമാണ് അവിടെ ഗുരു നൽകുന്നത്. ആ ശിഷ്യൻ്റെ പേടി ഇല്ലാതെയാക്കുവാൻ ഗുരു അനവധി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് പിന്നീട് ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമി ഒരു ശിവലിംഗം പോലെ ഉറച്ച മനസ്സുള്ള വ്യക്തിയായി രൂപപ്പെടുന്നത്.